എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബെറ്റർ മാൻ. മൈക്കൽ ഗ്രേസി സംവിധാനം ചെയ്തൊരു മ്യൂസിക്കൽ ഫാന്റസി മൂവിയാണ് ബെറ്റർ മാൻ. ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ ഓഗസ്റ്റ് 29 OTT റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് സീരീസാണ് വെൻസ്ഡേ 2 പാർട്ട് 2. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സീരീസാണ്. വെൻസ്ഡേ സീസൺ 2 പാർട്ട് 2 നെറ്റ്ഫ്ലിക്സിലൂടെ സെപ്റ്റംബർ 3 OTT റിലീസ് ചെയ്യുന്നതാണ്. ഈ മൂവിയുടെ പാർട്ട് 1 നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. അടുത്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ് കരാട്ടെ കിഡ് ദ ലെജൻഡ്. ജാക്കി ചാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഫാമിലി ആക്ഷൻ മൂവിയാണ് കരാട്ടെ കിഡ് ലെജൻഡ്സ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് 30 OTT സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ധഡക് 2. സിദ്ധാന്ത് ചതുർവേദി, തൃപ്തി ദിമ്രി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാസിയ ഇക്ബാൽ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് ത്രില്ലർ മൂവിയാണ് ധഡക് 2. ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം സെപ്റ്റംബർ മാസം 12 26 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മെട്രോ ഇൻ ഡിനോ. അനുപം ശേഖർ, നീന ഗുപ്ത, കൊങ്കണ സെൻ ശർമ്മ, പങ്കജ് ത്രിപാഠി, ആദിത്യ റായ് കപൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അനുരാഗ് ബസു രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് സിനിമയാണ് മെട്രോ ഇൻ ഡിനോ. ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഓഗസ്റ്റ് 29 ഇത് റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് വാർ 2. ഹൃതിക് റോഷൻ, NTR ജൂനിയർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി യാഷാജ് ഫിലിം നിർമ്മിച്ച് അയൺ മുഖർജി സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് വാർ 2. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒക്ടോബർ 1 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ദി 100. സാഗർ, മിഷ നരംഗ്, ധന്യ ബാലകൃഷ്ണ എന്നിവരെ കേന്ദ്ര കഥാപാത്രം. രാഘവ് ഓംകാർ ശശിധർ രചനയും സംവിധാനം നിർവഹിച്ച ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് ദി 100. ലയൺസ് ഗേറ്റ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 29 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തൊരു തമിഴ് മൂവിയാണ് ലവ് മാരേജ്. വിക്രം പ്രഭു, സുസ്മിത ഭട്ട്, മീനാക്ഷി ദിനേശ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷൺമുഖ പ്രിയൻ രചനയും സംവിധാനം നിർവഹിച്ച ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ് ലവ് മാരേജ്. ആമസോൺ പ്രൈം വഴി ഓഗസ്റ്റ് 29 ഇത് OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം വെബ് സീരീസ് 4.5 ഗാങ്. ജഗദീഷ് ഇന്ദ്രൻസ്, വിജയരാഘവൻ, ദർശന രാജേന്ദ്രൻ, സഞ്ജു ശിവരാമൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷ്ണാനന്ദ് സംവിധാനം ചെയ്ത ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് 4.5 ഗാങ്. സോണി ലിവിലൂടെ ഓഗസ്റ്റ് 29 റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഷ് അദയനി സംവിധാനം ചെയ്ത മലയാളം ആക്ഷൻ കോമഡി ചിത്രമാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ആമസോൺ പ്രൈം വീഡിയോ വഴി ഓണം റിലീസായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് സർക്കിട്ട്. ആസിഫ് അലി, ദിവ്യപ്രഭ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമർ KV രചനയും സംവിധാനവും നിർവഹിച്ച ഒരു മ്യൂസിക്കൽ കോമഡി ചിത്രമാണ് സർക്കിട്ട്. മനോരമ മാക്സ് വഴി ഓണം റിലീസായി എത്തുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫ്ലാസ്ക്. സൈജു കുറുപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ, സുരേഷ് കൃഷ്ണ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാഹുൽ റെജി നായർ സംവിധാനം ചെയ്ത കോമഡി ത്രില്ലർ മൂവിയാണ് ഫ്ലാസ്ക്. മനോരമ മാക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. അടുത്ത ആഴ്ച റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു മലയാളം സീരീസ് ആണ് ഫാർമ. PR അരുൺ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളി നായകനാകുന്ന ആദ്യ വെബ് സീരീസ് ആണ് ഫാർമ. ഒരു ഗുളികയുടെ കവറിനുള്ളിൽ കിടക്കുന്ന നിവിനെയാണ് പോസ്റ്ററിൽ കാണാൻ കഴിയുന്നത്. ഒരു സെയിൽസ്മാന്റെ കഥയാണ് സിനിമ പറയുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഉടനെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് സുമതി വളവ്. അർജുന ശോകൻ, ഗോകുൽ സുരേഷ്, സൈജു കുറുപ്പ്, ബാലു വർഗീസ്, മാളവിക മനോജ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്ത കോമഡി ഹൊറർ മൂവിയാണ് സുമതി വളവ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ എടുക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. സെപ്റ്റംബർ മാസം ഇതിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അടുത്ത മൂവി ബസൂക്ക. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷരമേഖല കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തൊരു മലയാളം മൂവിയാണ് രവീന്ദ്ര നീ എവിടെ. അനൂപ് മേനോൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ഷീലു എബ്രഹാം, മേജർ രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനോജ് പാലോടൻ സംവിധാനം ചെയ്ത ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് രവീന്ദ്ര നീ എവിടെ. സൈനാപ്ലേ ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. സർപ്രൈസായി റിലീസ് ഉണ്ടാവുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ഫുട്ടേജ്. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ടേജ്. ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. സിനിമയ്ക്ക് നല്ല റെസ്പോൺസാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത്. സൺനെക്സ്റ്റിലൂടെ സെപ്റ്റംബർ 5 ഓണം സ്പെഷ്യലായി ഫുട്ടേജ് OTT റിലീസ് ചെയ്യും. പുതിയ OTT റിലീസുകളെ കുറിച്ച് അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.